ചില സമയത്തൊന്നും ഞാൻ ഈ രാഷ്ട്രീയം ഈ മതം ഇതിനൊന്നും പറയാൻ പാടില്ലാത്ത ഒരാളാണ്. ഒരു ചെറിയ ചക്കനായിരിക്കും, ചിലപ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല ഇവിടുത്തെ രാഷ്ട്രീയം എങ്ങനെ നിൽക്കണമെന്നുള്ളത്. ഇപ്പൊ ധ്രുവരാത്രിക്ക് ആരെയും മോദിയിലൊക്കെ അത്ര കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് പള്ളു പറഞ്ഞിട്ട് ആ റേറ്റിംഗ് ഉണ്ടാക്കി. ധ്രുവരാത്രി അങ്ങനെ ഒരുപാട് ആൾക്കാർ 10-5-6 കൊല്ലം കൂടെ എന്തായിരുന്നു ലോകം. ഇപ്പോൾ ദീപാദിശാന്ത മേഡം വരെയൊക്കെ എങ്ങനെയായിരുന്നു എഴുതിയിരുന്നതെന്നൊക്കെ നമുക്കറിയാം. അറിയാതെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ പറയാനൊന്നും പോറില്ല. അപ്പോൾ ഈ മോദീനെ നമ്മളൊക്കെ എന്തെങ്കിലും പറഞ്ഞു നമുക്ക് പറയേണ്ട ജനം നിലയ്ക്ക് നമുക്ക് കണ്ട കാര്യങ്ങളും പറയണോ. പക്ഷെ അവരുടെയൊക്കെ ഫാൻസ് ഇവിടെ ഉണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇന്തോനേഷ്യയിൽ പോയിട്ട് അജിത് ഡോവൽ സാറിന്റെ കൂടെ ഇരുന്ന് ആളെ എന്തോ ഇന്തോനേഷ്യൻ ഏതോ പ്രാകൃത ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഇദ്ദേഹം അത് കേട്ട് ചിരിച്ചിരിക്കുന്നുണ്ട് മോദി. ഈ മോദിനെ അടുത്തത് ബുക്ക് ചെയ്ത് ഇപ്പൊ 104 ഈ 105, 106, 107, 110, 150, 200 വരെയുള്ള രാഷ്ട്രങ്ങളിലെ ആൾക്കാർക്ക്, അവിടുത്തെ ചരിത്രാന്വേഷികൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ പെൻഷനെ കുറിച്ചൊരു ക്ലാസ് ഉണ്ട്. ടെൻഷൻ അല്ല പെൻഷൻ. ഈ പെൻഷൻ പെൻഷൻ അപ്പോ ഈ ഇന്തോനേഷ്യയിൽ ഇരിക്കുന്ന ഇനി പുതിയ രാഷ്ട്രങ്ങളിലേക്ക് പോകുമ്പോ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പരമപ്രധാനമായ അവാർഡുകളായ ഭാരതരത്ന അതൊന്നും ഇവർ കൊടുത്തിട്ടില്ല. വീർ സാവർക്കറിനും സുഭാഷ് ചന്ദ്രബോസിനൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ, മരണാന്തരം പോലും. ഇവർക്ക് ചരിത്രം അറിയില്ല, ഒന്നും അറിയില്ല ഇപ്പോഴത്തെ ഗവൺമെന്റ്. പിന്നെ പത്മവിഭൂഷൺ ഇത് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറിന് കൊടുത്തെന്നാണ് പറയുന്നത്. ആളുടെ എന്തോ ഒരു കേസ്, ഭയങ്കരമായ ഒരു കൊലപാതക കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടിൽ. അന്വേഷണം അല്ലേ, അതൊക്കെ ഒരു എന്തോരോ ഡെയിലി വാർത്തകൾ വരിക, മറുനാടനിലായാലും എവിടെയായാലും. അപ്പോൾ അതിന് ജീവൻ പടം വെച്ച് വാർത്ത വായിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരൊക്കെ തല്ലാനും കൊല്ലാനും നിന്ന് കഴിഞ്ഞാൽ അതിനാണ് നേരം ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ പത്മവിഭൂഷൺ അദ്ദേഹത്തിന് കൊടുത്തു. ഈ പത്മവിഭൂഷണിന് കൊടുക്കുമ്പോ ഇദ്ദേഹം ഇത്ര നാൾ സപ്പോർട്ട് ചെയ്തിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നു തോന്നുന്നു. ആളെ മകൻ നിൽക്കുന്നത് BJP. അതുപോലെ AK ആന്റണിയുടെ മകൻ നിൽക്കുന്നത് BJP. AK ആന്റണിയുടെ ഗ്രൂപ്പ് ഉപദേശ സമിതിയായിട്ട് VD സാറിന്റെ ഒപ്പം AK ആന്റണി അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന രാഷ്ട്രീയത്തില് നമ്മളൊരു ജനനിലയിലേക്ക് എന്ത് സംസാരിക്കാനാണ്? അപ്പോ ഇനി അവിടെയുള്ള ആൾക്കാർ അറിയണം, ഇങ്ങനെയൊക്കെയാണോ ഈ നാടിന്റെ പെൻഷൻ? 10-25,000 പട്ടാളക്കാര്, നമ്മുടെ നാടിനെ സേവിക്കണ പട്ടാളക്കാര് പെൻഷൻ കാത്തുന്നവർ കൊടുക്കാന്ന് പറഞ്ഞ് കൊടുക്കാൻ ഒരു കണക്കും കുണുക്കില്ലാണ്ട് കണക്കും കുണുക്കും 25,000 ആൾക്കാരാണ് മരിച്ചത് പെൻഷനും കിട്ടാണ്ട്. അതിനിടയിൽ സ്റ്റേറ്റ് ബേസ് 3-ാം തലമുറയിൽ പെൻഷൻ പോയിട്ടുണ്ടാകും അല്ല. ഈ പെൻഷന്റെ കാര്യം തീരുമാനമാക്കണ്ടേ, പെൻഷനും ഇൻഷുറൻസും ഒക്കെ. അപ്പൊ അതിന് ഷെയർ മാർക്കറ്റ് എന്താണെന്ന് അറിയണം. അപ്പോ ഇനി പോണ 150-200 രാജ്യമൊക്കെ ആകുമ്പോഴേക്കും അവിടുത്തെ പ്രസിഡന്റുമാർ അത് ഇരിക്കണ യോഗത്തിലെ ആൾക്കാർ അറിയണം ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇന്ത്യ ഏറ്റവും നല്ല അവാർഡുകൾ കൊടുത്തിട്ടാണ് ഒന്നറിയാത്ത പോലെ അദ്ദേഹം അവിടേക്ക് വരുന്നത്. ഇത് കോൺഗ്രസ് ബൂർഷകളെ സഹായിക്കാനാണോ? ഈ കോൺഗ്രസ് ബൂർഷകളാണ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ആയിണെങ്കിൽ തോന്നണം കേട്ടാ. അതെന്തെങ്കിലാവട്ടെ. അപ്പോ അങ്ങനെ ദേവരാത്രിയൊക്കെ ചെയ്തു, നമ്മളൊക്കെ ചെയ്ത തെറ്റ് നമുക്കൊന്നും പറയാൻ പാടില്ല, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. ഈ പെൻഷൻ തീരുമാനമാക്കണം. കാരണം പട്ടാളക്കാർക്ക് കിട്ടാത്തത് അല്ലേ, നമ്മുടെ പട്ടാളക്കാർ അങ്ങനെ കാത്തിരുന്ന് മരിച്ചത് റിപ്പോർട്ടുകളുണ്ട് പെൻഷൻ കിട്ടാണ്ട്. എന്നിടത്ത് വലിയ പ്രശ്നം പെൻഷന്റെ. അപ്പൊ ക്ഷേത്ര മത്സരത്താണ് തുടങ്ങിയത്. പെരുവന്ന മാറാട്ടുപുഴ ഇതെല്ലാം നമ്മൾ പറഞ്ഞു. നിലവാരൻ്റെ കേസുകൾ 29 ദിവസം പൂരം നടത്തുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഈ പൂരം നടത്തിയത് തന്നെ മൊത്തത്തിൽ നമുക്ക് ചാക്രികത മനസ്സിലാവും. ഹൈന്ദവ ക്ഷേത്രത്തിൽ ഇപ്പൊ ആ ബ്രാഹ്മണത്തിൽ കാണാൻ പറ്റുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ ബ്രാഹ്മണർ എന്ന് പറഞ്ഞ വർഗത്തിലും കാണാൻ പറ്റുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണെന്ന് തോന്നുന്നത്. ഹരിപ്പാട് ബ്രാഹ്മണർക്ക് മനസ്സിലാവണ്ട ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഹരിപ്പാട് ഒക്കെ ഇതൊക്കെ ഓരോ ജില്ലകളൊക്കെ ഇപ്പൊ അടുത്ത് 1950 ശേഷം ഒരു 6-7 ജില്ലകൾ രൂപീകരിച്ചിരുന്നത് അങ്ങനല്ലേ. കോഴിക്കോട് നിന്ന് മുറിച്ച് മറ്റ് വയനാട്, പിന്നെ ഇപ്പോൾ മലപ്പുറം മുമ്പ് 3 രാജവംശങ്ങളുടെ കീഴിൽ വരുന്നു.
അങ്ങനെ ഊരായ്മ, അങ്ങനെ ഇങ്ങനെയൊക്കെ ഊരാന്മാർ ഇതൊക്കെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കണം ഐതിഹ്യങ്ങളൊക്കെ. പിന്നീട് അധ്വാനം, അതിനിടയിൽ വരുന്ന ജാതി ചാക്രികത, അതിൻ്റെ ശ്രേഷ്ഠത. അപ്പോൾ ഇതൊക്കെയാണ് സംസാരിച്ചത്. പെൻഷൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചു. ഇതിന് മുമ്പ് എന്തോ ഞാൻ പറയാൻ വന്നു, അടുത്ത വീഡിയോയിൽ പറയാം.